ഉണ്ണീഷു ജനിച്ച ദിവസമാണല്ലോ, ഒരു ഡിവോഷണൽ സോങ് ആവാം. ആരാ വരുന്നേന്നറിയോ? ഇല്ല. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിപ്പോ നേരിട്ട് കാണാൻ പോവാണ് അവരെ. ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി പേർക്ക്. നല്ല പാട്ടുകളൊക്കെ അവര് പാടിയിട്ടുണ്ട്. രണ്ടച്ഛന്മാരാണ്, ഒന്നല്ല രണ്ട്. ഫാദർ വിപിൻ ആൻഡ് ഫാദർ വിനിൽ ബ്രദേഴ്സ് ആണ്. ഓക്കെ, എന്നാലും നമുക്ക് സ്ട്രെയിറ്റ് ഒരു പാട്ടിലേക്ക് കയറാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാണി പഴുതുകൾ കടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാണി പഴുതുകൾ കടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. അപ്പൊ ഫാദർ വിപിൻ ആൻഡ് ഫാദർ വിനിൽ അല്ലേ? കറക്റ്റ് അല്ലേ? വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ആൻഡ് മെരി ക്രിസ്മസ്. താങ്ക് യു. ഒരുപാട് സന്തോഷം രണ്ടുപേരുടെയും സമയം കണ്ടെത്തി നമ്മുടെ ഈ ഫ്ലോറിൽ വന്ന് ഞങ്ങൾക്ക് ഇത്ര നല്ല അടിപൊളി രണ്ട് പാട്ട് പാടി തന്നതിന് താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ഇൻട്രോ പറഞ്ഞപ്പോ ഒരു ഡൗട്ട് ആയിരുന്നു, ഈ രണ്ടുപേര് ബ്രദേഴ്സ് ഫാദർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഒരു കുടുംബത്തിൽ നിന്നും രണ്ട്? ഞങ്ങള് മൂന്നാമക്കളാണ്. മൂന്നാമക്കളാണ്. ആരാ മൂത്ത? ഞാനാണ് ബ്രദർ. ഞങ്ങള് 3 വയസ്സ് വ്യത്യാസമുണ്ട്. ഇനി ഇതിന്റെ ഇളയതാണോ ഉള്ളത്? ഇളയൊരാളുണ്ട്. നന്നായിട്ട് പാടി. എന്തായാലും രണ്ടുപേരും അടിപൊളിയായിരുന്നു. നിങ്ങളെയാണ് ബ്രദേഴ്സ് തമ്മിൽ അടി ഇടി ബഹളം? ഞങ്ങളെ ശരിക്കും പറയുവാണെങ്കിൽ അച്ഛനായിട്ട് ഞാനാകുന്നു, അനിയനെ പട്ടം ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ തിരുപ്പട്ടം എന്ന് പറഞ്ഞു, ഓർഡിനേഷൻ പറഞ്ഞ ഒരുമിച്ചായിരുന്നു ഞങ്ങള്. അതിനുശേഷം ശരിക്കും ഞങ്ങള് പാട്ടൊന്നും അങ്ങനെ പാടാറില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം പറയുവാണെങ്കിൽ പട്ടം കഴിയുമ്പോഴൊക്കെയാണ്
അത്യാവശ്യമൊക്കെ കുർബാന ചൊല്ലണം, കുർബാനയിലെ പാട്ട് പാടും. അപ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ തന്നെ നമുക്ക് അവിടെ വെച്ചൊക്കെ നല്ല കറക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ആ പാട്ടിന്റെ എൻ്റെ അന്നാ പെസക്ക ഞങ്ങൾ പാടുന്ന അന്നാ ആ പാട്ടൊക്കെ പാടുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ, അപ്പൊ നമുക്ക് കൂടുതലതൊരു ആ ഒരു ഫീൽഡിലേക്ക് വന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾ 1-2 പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിയത്, ചങ്കാണെന്ന് പറഞ്ഞ പാട്ടുകൾ, കാൽവരിക്കുന്നിലൊക്കെ പാട്ടൊക്കെ കുറച്ചുപേര് പറഞ്ഞു നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ താളം തെറ്റാ പാടുന്നുണ്ട്, വലിയ അങ്ങനെ കുറച്ച് പാട്ടുകൾ പാടുന്നതൊക്കെ ഒരുമിച്ചാ പാടിയേക്കണം. അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്. കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ കുറച്ച് ആൽബങ്ങളൊക്കെ പാടാൻ. നിപമഗ